Hello everyone, welcome to my channel Healthy Yummy Bites. I'm Susan. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വട്ടയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തയ്യാറാക്കുന്നതാണ്. ഈസ്റ്ററിൻ്റെ ടൈമിലോ ഏത് സ്പെഷ്യൽ ടൈമിലും 4 മണി നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തയ്യാറാക്കാം. 1 കപ്പ് പച്ചരി വേണം. ഇത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം ആവശ്യത്തിനൊഴിച്ച് കുതിർത്തെടുക്കാം. ഏകദേശം ഒരു 4 മണിക്കൂർ കുതിർത്തെടുക്കണം. ഇതിപ്പോൾ 4 മണിക്കൂറായിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇത് വീണ്ടും കഴുകിയ ശേഷം അരച്ചെടുക്കാം. മിക്സി ജാറിലേക്ക് ഇതിൻ്റെ കൂടെ ബാക്കി ചേരുവകകളും ചേർക്കാം. 3/4 കപ്പ് തേങ്ങ തിരുമിയത്, നല്ല ഫ്രഷ് തേങ്ങ തിരുമിയത്. ഇത് 1 കപ്പ് വെള്ളയാവല്ല, 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത ശേഷം വെള്ളം മാറ്റിയത്. ഇതിന് പകരം ചോറും ചേർക്കാം. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി 1 കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായി അരച്ചെടുക്കണം. ഇത് നല്ല സ്മൂത്തായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. പുളിപ്പിച്ചെടുക്കാനായി സ്റ്റീലിൻ്റെയോ ഗ്ലാസിൻ്റെയോ പാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അലുമിനിയം അവോയ്ഡ് ചെയ്യുക. ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യാം. മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം. ഇതിനെ അടച്ച് പുളിക്കാൻ വേണ്ടി ഒരു 3 മുതൽ 6 മണിക്കൂർ വരെ മാറ്റി വെക്കാം. 3 മണിക്കൂറിന് ശേഷം ഞാൻ തുറന്നു നോക്കുന്നു. മാവ് നല്ലതായിട്ട് ഫെർമെൻ്റായി പാത്രം നിറയെ ആയിട്ടുണ്ട്. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അര ടീസ്പൂൺ ഏലക്ക കുരു പൊടിച്ചത് ചേർക്കുന്നു. ഇത് നേരത്തെ മിക്സി ജാറിൽ അരി അരയ്ക്കുമ്പോൾ ചേർക്കാവുന്നതാണ്. അപ്പം ഉണ്ടാക്കാനുള്ള പാത്രം അല്പം എണ്ണ ഒഴിച്ച് തടവിയെടുക്കാം. അരിമാവ് ഇതിലേക്ക് ഒഴിക്കുന്നു. ഞാൻ മുഴുവൻ ഒഴിച്ചിട്ടുണ്ട്. 2ആയിട്ടും വേണേൽ ചെയ്തെടുക്കാം. ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് അപ്പത്തിൻ്റെ മാവ് ഇറക്കി വെക്കാം. പാത്രം ചരിഞ്ഞു പോകാതെ നേരെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനി അടച്ച് ഒരു 30 മിനിറ്റ് നേരം സ്റ്റീം ചെയ്യാം. എയർ ടൈറ്റ് ആകരുത്, നോർമൽ അടപ്പ് വെച്ച് അടയ്ക്കുക. സ്റ്റീം ചെയ്യാൻ തുടങ്ങി ഒരു 5 മിനിറ്റിന് ശേഷം കുറച്ച് നട്ട്സ് വെച്ച് കൊടുക്കുന്നു. ഇത് ഓപ്ഷണലാണ്. വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. അരമണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുന്നു. ഇതായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്ത ശേഷം ഇളക്കിയെടുക്കാം. നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റി സോഫ്റ്റ് അപ്പമാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഓർക്കണേ. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നതാണ്. കാണാൻ മറക്കരുത്. താങ്ക് യു.